വേണ്ടിയിട്ടാണ് കടം വാങ്ങിയത്. ആ കടം പലിശ നിവർത്തി പലിശയും പണവും കൊടുത്ത് ഈ പണയ പണ്ടമായിട്ടുള്ള ഭാര്യമാരെ തിരിച്ചെടുക്കാൻ വേണ്ടി കഴിയാത്ത ഒരു ഘട്ടത്തിലാണ് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എത്ര അനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യരുടെ പട്ടിണി അടങ്ങാത്ത മനുഷ്യരുടെ നാടായിട്ട്, തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന മനുഷ്യരുടെ നാടായിട്ട് ഈ നാട് മാറുന്ന സമയത്ത് ഈ സാമ്പത്തിക നയങ്ങൾ ഇരകളാക്കപ്പെടുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ പൊറോട്ടയിൽ പോകാണെന്ന് പറഞ്ഞ് ഇപ്പൊ തെറ്റാൻ പറയുന്ന നാളെ പഠിച്ചതെന്നാണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നത്. അല്ലാതെ 3 നേരം വയറ് നിറച്ച് ആഹാരം കഴിക്കാനില്ലാത്ത മനുഷ്യര് ഇന്ന് കേരളത്തിനകത്തില്ല, ഈ നാട്ടിലകത്തില്ല. കഴിഞ്ഞ ആഗസ്റ്റ് 15-ാം തീയതി സഖാവ് എം പി രാജേഷ് മന്ത്രി കണ്ണൂർ ജില്ലയെ അതിദാരിദ്ര്യ വിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. വിവരം വേണ്ടി പോകുന്ന നവംബർ മാസം ഈ സംസ്ഥാനത്തിനകത്ത് അതിദാരിദ്ര്യം ഇല്ലാതാകുന്ന പ്രക്രിയയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുവരാൻ നമ്മുടെ നാട് ഭരിക്കുന്ന ഒരു സംവിധാനത്തിന് സാധിച്ചു എന്നുള്ളതാണ് തനിയെ സംഭവിച്ചത്. ആ കേരളത്തിന്റെ ഭൂപ്രകൃതികൾ എത്ര മനോഹരമായതുകൊണ്ട് ഇവിടെ പട്ടിണി വേണ്ട അങ്ങനെയാണ് അല്ല, വളരെ ബോധപൂർവം ഇടപെട്ടതുകൊണ്ടാണ്. ആ ബോധപൂർവം ഇടപെട്ട 25 വർഷം പിന്നിട്ട ഒരു സംവിധാനത്തിന്റെ പേരാണ് കുടുംബശ്രീ എന്നുള്ളത്. അല്ലെ, ഞാനും നിങ്ങളും പോറ്റി വളർത്തിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. സ്ത്രീകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ നിർമ്മാർജ്ജനമായിരുന്നു അജണ്ട. ആ അജണ്ട വെച്ച് അതുമായി മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾ പട്ടിണി കിടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഈ പറയുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്തും കേരളത്തിലെ സ്ത്രീകൾക്ക് പട്ടിണി കിടക്കേണ്ടതായ അവസ്ഥ വന്നത് അതുകൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ, മക്കളെ വീഴ്ത്തുന്ന സ്ത്രീകളെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു, ശരീരം വിൽക്കുന്ന സ്ത്രീകളെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു, ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന സ്ത്രീകളെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു. ഇതൊന്നും കേരളത്തെ ബാധിക്കാത്ത വിധം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചില്ല ഈ കാലയളവിൽ. അങ്ങനെ നമ്മളായിരിക്കും നമ്മുടെ കുട്ടികളെ വിറ്റോ? ഇല്ലല്ലോ. നമ്മുടെ അമ്മമാർ നമ്മളെ വിറ്റോ? ഇല്ലല്ലോ. അപ്പോഴും ഇന്ത്യക്കകത്ത് നിന്ന് മക്കളെ വിൽക്കുന്ന അമ്മമാരെ കുറിച്ചുള്ള വാർത്ത വരികയാണ്. ഒറീസയിലെ 126ഓളം വരുന്ന അമ്മമാരും ഉമ്മമാരും 24 രൂപയ്ക്ക് സ്വന്തം മക്കളെ വിറ്റുന്നുള്ള വാർത്തയാണ്. എന്തിനാ മക്കളെ വിറ്റത്? മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി, സ്വന്തം കൺമുന്നിൽ മണ്ണ് വാരി തിന്നിട്ട് കുട്ടികൾ മരിക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ട് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിച്ച് ജീവിച്ചോട്ടെ കൊണ്ട് അവിടെ കൊടുത്തതാണ് കുട്ടികളെ. പിന്നെ എന്തിനാണ് ഈ 24 രൂപ വാങ്ങിയത്? അതുകൊണ്ടാണ് വിറ്റെന്ന് പറയുന്നത്. 24 രൂപയെങ്കിൽ 24 രൂപ വാങ്ങിയത് ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ആരാധന എന്നാണ് പറയുന്നത്. അങ്ങനെ അന്തസ്സുള്ള ഒരു ജീവിതം സാധ്യമാക്കാത്ത വിധം ഈ രാജ്യത്തെ സ്ത്രീകളുടെ ജീവിതത്തിൽ പിച്ച് ചീന്തി എറിയുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത പ്രയാസങ്ങളെ കുറിച്ച് രാജ്യം ഭരിക്കുന്നവരൊന്നും കൊണ്ടുന്നില്ല. പകരം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? അയോധ്യയിലെ പള്ളിക്ക് പകരം എല്ലാം മന്ദിരം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ജീവിത പ്രയാസങ്ങളുടെ നടുവിൽ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട്, വിശക്കുന്ന മനുഷ്യരോട് മതത്തെക്കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. വിശക്കുന്ന മനുഷ്യരോട് നിരന്തരം ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ ഇന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മതത്തെക്കുറിച്ച് മാത്രമാണ്. ഇപ്പോഴത്തെ സ്ട്രാറ്റജി മാത്രമല്ല, ഇപ്പോഴത്തെ നയം മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾക്കെതിരായിട്ട് സമരങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് ആ സമരങ്ങളെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി മതത്തെയും രാഷ്ട്രീയത്തെയും കക്ഷി ചേർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി മനുഷ്യർ മുന്നേറുന്ന ഇടങ്ങളെ ദുർബലപ്പെടുത്താൻ മതത്തെ രാഷ്ട്രീയം വളരെ കണ്ണിങ്ങായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, വളരെ തന്ത്രപരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങി പോകുന്ന മനുഷ്യരെ, സമരം ചെയ്യുന്ന മനുഷ്യരെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് 1906 മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത്, 1907 ഹിന്ദു മഹാസഭ ഉണ്ടാകുന്നത്, 1924 RSS ഉണ്ടാകുന്നത്, 1930 ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകുന്നത്. ഇവരൊന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ടുള്ള പ്രസ്ഥാനങ്ങളല്ല, മറിച്ച് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ഇന്ന് ഈ രാജ്യത്തെ ഭൂരിപക്ഷം മനുഷ്യർ പട്ടിണി അനുഭവിക്കുമോ, ദാരിദ്ര്യം അനുഭവിക്കുമോ, തൊഴിലില്ലായ്മ അനുഭവിക്കുമോ, മനുഷ്യരായി ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ അതിനെതിരായിട്ട് മനുഷ്യർ നടത്തേണ്ടുന്ന സമരങ്ങളെ, തൊഴിൽ പണിമുടക്കുകളെ, സ്ത്രീകൾ നടത്തേണ്ടുന്ന മുന്നേറ്റങ്ങളെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി മതത്തെ ആയുധമായി ഉപയോഗിക്കുന്ന സമയത്ത് മറിച്ച് മനുഷ്യരുടെ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാനുള്ള ഈ രാജ്യത്തെ സ്ത്രീകളുടെ പ്രസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാറാൻ കഴിഞ്ഞത് അതിന്റെ കൂടി ഭാഗമായിട്ടാണ്. ഈ 6 സംസ്ഥാനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഘടകമായിട്ട് സംഘടനാ റിപ്പോർട്ടിന്റെ ഭാഗം കൂടിയായിട്ട് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സംഘടനയ്ക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞത് നിരന്തരം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് എത്തുകൊണ്ടാണ്. ഞാൻ കുറച്ച് 10-22 വർഷമായിട്ട് അഭിഭാഷകർ ചെയ്യുന്നതാണ്.
സ്ത്രീകൾ അനുഭവിക്കുന്ന നിയമപ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കുറച്ചുകൂടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇടപെടാൻ ശ്രമിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നുള്ളത് ഈ നാട്ടിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന സമരങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്ന നിയമയുദ്ധങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ച ഒരു സംഘടന എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് എന്റെ സംഘടനയോട് അധികം ബഹുമാനമുള്ളത്. ഈ സമീപകാലത്തുണ്ടായ 2 കേസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഒന്ന് സുഭാഷ് മേരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് എന്നത്. ലോകത്തെ ഏറ്റവും ദുരിതം അനുഭവിച്ച സ്ത്രീ ഇന്ത്യക്കകത്ത് ജീവിക്കുന്നത് ബിൽക്കിസ് ബാനുവാണ്. സ്ത്രീകളെ സ്വയം റേപ്പിമായി അവർ മാറി, അവരെ കൊടും ബലാത്സംഗത്തിന് അവരുടെ ശരീരത്തിന് ഇടയാക്കി, അതിനുശേഷം അവർ മരിച്ചു കയറിയിട്ട് അവരുടെ ബന്ധുക്കൾ, അമ്മ, സഹോദരിമാർ ഉൾപ്പെടെ 8ഓളം വരുന്ന സ്ത്രീകളെ ക്രൂരമായ റേപ്പിലേക്ക് കൊന്നു. 8 വയസ്സിന് താഴെയുള്ള 6ഓളം വരുന്ന കുട്ടികളെ കൊന്നു. അങ്ങനെ ഒരു കുടുംബത്തിനകത്ത് 17 പേരെയാണ് കൊന്നത്. ഇത് കണ്ടുനിന്ന അടഞ്ഞു പോകുന്ന മിഴികളിലൂടെ ഇത് കണ്ടുനിന്ന സ്ത്രീയുടെ പേരാണ് ബിൽക്കിസ് ബാനു. ബിൽക്കിസ് ബാനു കൊടുത്ത പരാതിയിൽ പോലീസ് കേസെടുക്കാൻ വേണ്ടിയിട്ട് ഗുജറാത്ത് പോലീസ് സന്നദ്ധമാകാതിരുന്ന സമയത്ത് ആ കേസെടുക്കുന്നതിന് വേണ്ടി പോരാടിയ സംഘടനയുടെ പേരാണ് ജനാധിപത്യ മക്കൾക്കകത്ത് പ്രകടനം നടത്തിയ സംഘടനയുടെ പേരാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്, മന്ദാവങ്ങാടിയിൽ ഞങ്ങൾ കോഴിക്കോട് സൗത്ത് പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു ചായ കുടിച്ച് പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞ ചായക്കടയിലിരിക്കുമ്പോൾ ചായക്കടക്കാരൻ ഇതേപോലെ നമ്മളോട് പരിഹസിച്ച് ചോദിച്ചിട്ടുണ്ട്. ഏതോ ഒരു പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇവിടെ നിങ്ങൾ ഈ അങ്ങാടിയിലൊന്ന് മുദ്രാവാക്യം വിളിക്കുക. അത് ഏതോ ഒരു പെണ്ണുങ്ങളല്ലാതെ ലോകത്തിൽ എവിടെയും ഒരു സ്ത്രീക്ക് നേരെ അനീതി നടന്നാൽ അത് എനിക്ക് നേരെ നടന്നതാണ് എന്ന് കരുതുന്ന ആളുകളുടെ പേരാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. അതുകൊണ്ടാണ് നമ്മൾ പ്രകടനം നടത്തിയത്. അതുകൊണ്ടാണ് സുഭാഷിണി അലി പോയിട്ട് കേസ് കൊടുത്തത്. സുഭാഷിണി അലി ഉൾപ്പെടെയുള്ള 8ഓളം സ്ത്രീകൾ കൊടുക്കുന്ന കേസിനകത്താണ് ഇത് തെറ്റായ തീരുമാനമാണ് എന്ന് പറഞ്ഞ് റദ്ദാക്കിക്കൊണ്ട് ഈ പ്രതികളെ വീണ്ടും ജയിലിലേക്ക് പറഞ്ഞയച്ച ദിവസം ആഹ്ലാദ പ്രകടനം നടത്തിയ സംഘടനയുടെ പേര് കൂടിയാണ് ജനാധിപത്യ നീതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് സുഭാഷിണി പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞ സമയത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ് പ്രവർത്തനങ്ങൾക്ക് എല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് സുഭാഷിണി അതിന്റെ ലീഡേഴ്സിനാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന സമയത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകയാണ് എന്ന് പറയുമ്പോൾ ഈ കാലത്തിന്റെ കൊടിയ അനീതികൾക്കെതിരായിട്ട് ആരാണ് ഭയരേശമന്യെ നിലകൊള്ളുന്നത്, അതിന്റെ കൂടെയാണ് ഞാനുള്ളത് എന്ന് പറയാൻ എനിക്ക് കാലത്തും അഭിമാനം മാത്രമേ. അതിന് കേസ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മുസഫർ നഗർ എന്ന് പറയുന്ന പ്രദേശത്തിനകത്ത് മുസ്ലിങ്ങൾ കൂട്ടമായി താമസിക്കുന്ന ഒരു ചേരിയെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബുൾഡോസർ കൊണ്ടുവന്നുകൊണ്ട് ബുൾഡോസർ രാജ്യം നടപ്പിലാക്കിയിട്ട് അവിടെ നിന്ന് അവരെല്ലാം ചവിട്ടി മരിച്ചങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് ശ്രമിച്ച സമയത്ത് ആ ചുരുങ്ങിയ സമയം കൊണ്ട് കോടതിയിൽ പോയി ആ കോളനികളെ ഇല്ലാതാക്കുന്ന ഉത്തരവിന് സ്റ്റേ വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ട് ഈ ബുൾഡോസറിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അരുതെന്ന് പറയാൻ കൈ ഉയർത്തുന്ന സ്ത്രീയുടെ പേരാണ് കൊടുക്കാത്തവരായിട്ടുള്ളത്. അങ്ങനെ എളുപ്പം നമ്മൾ മറക്കാൻ വേണ്ടി കൊടുക്കുന്ന പേരല്ല. ആ ബുൾഡോസർ എന്റെ നെഞ്ചിലേക്ക് കയറി ഞാൻ ഇല്ലാതായാൽ പോലും ഞാൻ ഇതിനെ ചെറുക്കുമെന്ന് പറയുന്ന സമരവീര്യത്തിന്റെ പേര് കൂടിയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ആ സമരവീര്യം ആർജിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ കാലത്ത് ഈ സംഘടനയല്ലാതെ മറ്റൊരു സംഘടന ഇല്ലാത്തത് കൊണ്ടാണ് ഞാനതിനെ എന്റെ ജീവനോളം സ്നേഹിക്കുന്നത്. അല്ലാതെ ഇതിലെത്തിപ്പെട്ടെന്തെങ്കിലായി അതിൽ നിന്നെന്തെങ്കിലും ഉണ്ടാക്കി എന്റെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടല്ല. ഈ നെറുകേടിന്റെ കാലത്ത് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കന്യാസ്ത്രീകൾ ജയിലടക്കപ്പെട്ട സമയത്തുള്ള പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ടാവും ഞാൻ കരുതുകയാണ്. ആ പ്രതിഷേധ പ്രകടനത്തിനകത്ത് പങ്കെടുത്ത സ്ത്രീകൾക്ക് ആർക്കും ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ മതവിശ്വാസങ്ങളുടെ കാര്യമില്ല. മറിച്ച് ലോകത്തിൽ അനീതി സംഭവിക്കുമ്പോൾ അത് എന്റെ രാജ്യത്ത് സംഭവിക്കുന്ന സമയത്ത് അതിനെതിരായി പ്രതിഷേധിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഈ സംഘടന കരുതിയതുകൊണ്ടാണ്. ഡൽഹിയിൽ പിന്നെ തീവണ്ടി കയറി വേറെ ജയിലിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന ഉണ്ടാക്കാനായിട്ട് അവരെ ആലിംഗനം ചെയ്യുന്ന കന്യാസ്ത്രീകളുടെ ചിത്രം നമ്മൾ കണ്ടല്ലോ. പോയില്ലല്ലോ പോയില്ലല്ലോ പോകാൻ കഴിയാത്ത വിധം ഈ പറയുന്ന വിദ്യുത് ആശയഗതികളുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിന് ഒട്ടനവധി നമ്മുടെ മുന്നിലുണ്ട്. 112 എംപിമാരാണ് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോയത്. 80 MLA-മാരാണ് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോയത്. 126 മുൻ MLA-മാരാണ് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോയത്. 12 മുൻ മുഖ്യമന്ത്രിമാരാണ് ബിജെപിയിൽ കോൺഗ്രസിലേക്ക് പോയത്. അങ്ങനെ ബിജെപിയിൽ തിരിച്ച് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോയത്. കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്കുള്ള പാലം വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാലത്ത് കോൺഗ്രസ് ഏത് ബിജെപിയിൽ നിന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത കാലത്ത് എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും കോൺഗ്രസ് ചില സമയത്ത് സ്വീകരിപ്പിക്കാൻ അത്തരം നിലപാടിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് സാധിക്കുന്ന കാലം കൂടിയാണ്. വോട്ടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള കണക്കുകൾ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ്
സംവിധാനം ശ്രമിക്കുന്നത് വോട്ടിംഗ് സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ളതിനുള്ള കണക്കുകൾ മുന്നോട്ട് വെച്ച സമയത്ത് ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സമരരംഗത്തേക്കൊണ്ട് നമ്മൾ കണ്ടു. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഒരു ഇടമാണ് പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും സഖ്യവും. എന്നിട്ട് അവരുടെ MP-യെ അല്ലെ കുറച്ചൊരു ശാരീരിക പ്രയാസങ്ങളുടെ MP-യെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കൂട്ടത്തിൽ ഗവൺമെന്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു സമരമുഖത്ത് ഒരു ആശയത്തിന് വേണ്ടി, ആശയത്തിന്റെ ശരിക്ക് വേണ്ടി രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉൾപ്പെടെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഒന്നിക്കും എന്നുള്ളതിനൊരു സമീപകാല ഉദാഹരണം കൂടിയാണ്. ആ നിലയ്ക്ക് നമ്മൾ ജീവിക്കുന്ന കാലത്തോട് നമുക്കുള്ള നമ്മുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള ഒരു ആയുധം കൂടിയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷനുകളുടെ സംഘടന. ഭരണകൂടത്തെ സാധ്യമാക്കിയ ഇടപെടൽ സംവിധാനം കേരളത്തിനകത്ത് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ആലോചിച്ചു. നിങ്ങളെ പ്രസവിച്ച ആശുപത്രിയാണോ ഇപ്പോഴത്തെ ആശുപത്രി? നിങ്ങളെ പ്രസവിച്ച ആശുപത്രിയാണോ ഇപ്പോഴത്തെ ആശുപത്രി? നമ്മുടെ മക്കളെ ഇനി പ്രസവിക്കാൻ വേണ്ടി പോകുന്ന ആശുപത്രികൾ നമുക്ക് എത്ര വലിയ മാറ്റങ്ങളാണ്. നമ്മൾ പഠിച്ച സ്കൂളാണോ നമ്മുടെ മക്കൾ പഠിച്ച സ്കൂൾ? അവരുടെ മക്കൾ പഠിക്കാൻ വേണ്ടി പോകുന്ന സ്കൂൾ ആ രീതിയിലുള്ള സ്കൂളാണ്. എന്ത് വലിയ മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ പറയുക സിനിമയിലെല്ലാം പാട്ടുകളാണ് പാട്ട് എന്തായി കല്യാണം കഴിഞ്ഞാൽ അതിന് പറയുന്നൊരു പ്രയോജനമാണ് ഈ 10 വർഷം കൊണ്ട് കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടൊരു ജംപ് ജമ്പിങ്ങാണ്. 10 വർഷമായിട്ട് കേരളത്തിലേക്ക് ഒരാൾക്കാർ ഇപ്പോൾ വന്നവിടെ മനസ്സിലാവും. കേരളത്തിന്റെ വഴികൾ, കേരളത്തിന്റെ റോഡുകൾ, കേരളത്തിന്റെ എല്ലാ സംവിധാനങ്ങൾക്കകത്തും വന്നിട്ടുള്ള മാറ്റങ്ങൾ സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ പൂർണ്ണമായും പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കുന്ന കാലത്ത് നിന്ന് എല്ലാവരുടെയും വിദ്യാഭ്യാസം സാധ്യമാക്കിയ പൊതുവിദ്യാഭ്യാസത്തിന്റെ കാലത്ത് നിന്ന് മുന്നോട്ട് വന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിനകത്ത് ഇന്ന് സജീവമായിട്ടുള്ളത് അധ്വാനിക്കുന്ന നിസ്വരായിട്ടുള്ള ആളുകളുടെ വർഗമല്ല. അങ്ങനെ ഏത് വർഗമാണ്? ഒരു മധ്യവർഗമാണ് ഇപ്പൊ കേരളത്തിനകത്ത് വലിയ രീതിയിൽ വികസിച്ചത്. സംഘടന വളരെ ഗൗരവത്തിൽ ആലോചിക്കുന്ന ഒരു വിഷയമാണ്. പണ്ട് നിങ്ങൾക്ക് വീടുണ്ടാക്കിത്തരാം, കക്കൂസ് ഉണ്ടാക്കിത്തരാം, നിങ്ങൾക്ക് വഴി ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംവിധാനം അവർക്ക് ആവശ്യമില്ല. അവർക്കെല്ലാം ആയി. വഴിയായി, വഴിയിലേക്ക് കൂടി വരുന്ന കാറുമായി അല്ലേ? പിന്നെന്താ വേണ്ടത്? പിന്നെ ആരും വേണ്ട, സംഘടനയും വേണ്ട. അങ്ങനെ നിൽക്കുന്ന സംഘടനയുടെ അനിവാര്യതയെ കുറിച്ച് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി 5 രൂപയുടെ മെമ്പർഷിപ്പ് എടുത്ത് അവരിതിലേക്ക് കൊണ്ടുവരാനുള്ളത് വളരെ ശ്രമകരമായ കാലത്താണ്. സംഘടനയുടെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് സംഘടന തുടങ്ങിയിട്ടുള്ള സംഘടനയാണ്. ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷനുകളുടെ രൂപം വരുന്നതിന് മുമ്പേ കേരള മഹിളാ സംഘമായിട്ടും പ്രാദേശിക മഹിളാ സംഘങ്ങളായിട്ട് ഈ സംഘടന പ്രവർത്തിച്ച സമയത്ത് നടന്നു പോകേണ്ട വഴികളാണ് ഉണ്ടായിരുന്നത്. നാട്ടിലെ വഴിയിലൂടെ നടന്നു പോയിട്ട് സൈക്കിൾ പോലും ഇല്ലാത്ത കാലത്ത് സംഘടനാ പ്രവർത്തനം നടത്തിയ സ്ത്രീകളുടെ അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. ദേവയാനി അമ്മയുടെ കണ്ണീരും ചോരയും നിറഞ്ഞ വഴികൾ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ കണ്ണീരും ചോരയും നിറഞ്ഞ വഴികൾ തന്നെയായിരുന്നു. ആ വഴികളിലൂടെ നടന്ന് ദേവയാനി അമ്മയും തങ്കമ്മ കൃഷ്ണപിള്ളയും ഉൾപ്പെടെയുള്ള ആളുകൾ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് കേരള മഹിളാ സംഘം എന്നുള്ളത്. ആ മഹിളാ സംഘം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച സ്ത്രീകളുടെ കൂട്ടായ്മയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഈ രാജ്യം എല്ലാം ആവുമെന്ന് വിചാരിച്ച ആളുകളുണ്ടായിരുന്നു. ഒന്നും ആകുന്നില്ല, വെളുത്ത സൈക്കിൾ നടത്തുന്ന കറുത്ത സൈക്കിളിലേക്ക് ഉള്ള അധികാര കൈമാറ്റം മാത്രമാണെന്നും ഈ രാജ്യത്തിനകത്ത് എനിക്ക് പോരാടിയാൽ മാത്രമേ സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ള രാഷ്ട്രീയ തിരിച്ചറിവുണ്ടായ പ്രസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് ജനാധിപത്യ മഹിളാ സംഘം. അങ്ങനെ രൂപം കൊണ്ട 1984 ചെന്നൈയിൽ രൂപം കൊണ്ടിട്ടുള്ള സംഘടനയാണ് നമ്മുടെ സംഘടന. ആ സംഘടന രൂപം കൊണ്ട് ഇങ്ങോളം വരെയുള്ളതിന്റെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കകത്തും നിരന്തരം ഇടപെട്ടിട്ടുള്ള സംഘടനയാണ്. പാലക്കാട് കേരളത്തിനകത്ത് ജീവിക്കുന്ന ആളുകൾ തലക്കുളത്തൂരിന്റെ പരിസരത്ത് പുറക്കാട്ടേരി വില്ലേജിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എത്രത്തോളം ഇന്നത്തെ കാലത്തോട് നീതി പുലർത്തിക്കൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള സ്വയം പരിശോധനയാണ് ഈ സമ്മേളനത്തിനകത്ത് ഉയർന്നു വരേണ്ടത്. അത് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് പുതിയ ആളുകൾ ആകർഷിക്കുന്നതിന് വേണ്ടി, ഈ പറയുന്ന മധ്യവർഗ ഉത്കണ്ഠകളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി, അധിക സ്ത്രീകൾ അനുഭവിക്കുന്ന പുതിയ സ്ത്രീ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി, അതിൽ നിന്ന് അവർക്ക് താങ്ങും തണലുമായിട്ട് പ്രസ്ഥാനം ഉണ്ടാകുന്നവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എത്രത്തോളം നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഉത്പാദന സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളം മാറുന്ന ഒരു കാലത്ത് വിജ്ഞാന സമ്പദ്ഘടനയിലേക്ക് സ്ത്രീകൾ നടത്തിയ സംഭാവന എന്ത് എന്ന് ചോദിക്കുന്ന സമയത്ത് പഠിച്ചു കുട്ടികളായിട്ടുള്ള കുട്ടികൾ ഏതോ വീട്ടിൽ പോയി ആരാന്റെ വീട്ടിനകത്ത് അവിടെ വള്ളം കഴുകി അവരുടെ കുട്ടികളെ പ്രസവിച്ച് അവരുടെ കുട്ടികളെ പോറ്റി വളർത്തി അങ്ങനെ അങ്ങ് ഒടുങ്ങുകയാണ്. ഈ പഠിച്ചതൊന്നും പ്രയോഗിക്കാത്ത ദൂരമേഖലകളിലേക്ക് ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കകത്ത് വിദ്യാഭ്യാസം ഇല്ലാത്തടത്ത് ഉള്ള ആളുകൾ
സ്ത്രീകൾ എത്തുന്നില്ല എന്നുള്ള റിപ്പോർട്ടും അതുപോലെ എല്ലാവർക്കും സ്വാഗതം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്വയം പര്യാപ്തതയും സാമ്പത്തിക സ്വാതന്ത്ര്യവും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ. പുറപ്പാട്ട് മേഖലാ കമ്മിറ്റിയെ നയിക്കാൻ കേൾപ്പുള്ള സഹാക്കളുടെ പാനലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അവരെ സഹാക്കളെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. രജിത ടി, പ്രീത OM, ഷീല ജെലി, പ്രീത ത്രിവേണി, ലിൻസി വിജേഷ്, രജിത സുധീഷ്, ജുലീഷ, ഷൈനി ശ്രീരാജ്, ജിഞ്ചു അരവിന്ദൻ, സിന്ധു കെ, സുമ TK, ഷിന PV, പ്രീത KK, AK ബിന്ദു, പ്രിൻസി, പ്രസീത OK, IP ഗീത. 17 അംഗങ്ങളുടെ പാനലാണ് നിങ്ങളുടെ മുന്നിലേക്ക്. പിന്നെ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് KT പ്രമീള, മറ്റുള്ള മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, പിന്നെ നമ്മൾ സഹകരിച്ച എല്ലാ സഖാക്കളും, പിന്നെ നമുക്ക് ഈ ഹോൾ അനുവദിച്ചു തന്ന പഞ്ചായത്ത് കമ്മിറ്റിക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഏറ്റവും നന്നായി ബാധിക്കുന്നത് അയൽക്കട്ടുള്ള സ്ത്രീകളെയാണ്. ഇതിലെ തന്നെ നിയന്ത്രണ വിധേയമാക്കുന്നതോടൊപ്പം സർക്കാർ കരുതലും പൂർത്തിവെപ്പും ഇല്ലാതാക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നു. സമ്മേളനം നടത്തിയത് SFI സംസ്ഥാന കാര്യക്രമം ജനറൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാവലി, കച്ചേരി ഈസ്റ്റ്, തെക്ക് സെന്റർ, പുറക്കാട്ടി ടൗൺ, പുറക്കാട്ടി കടവ്, പുറക്കാട്ടി ഈസ്റ്റ്, കച്ചേരി, പുറക്കാട്ടി നോർത്ത്, പാലോളം, പുതിയക്കടവ്, പണ്ടക്കൽ സൗത്ത്, മുക്കംകടവ്, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പ്രസിഡന്റ് AK ബിന്ദു, സെക്രട്ടറി IP ഗീത, ട്രഷറർ ജിജു, വൈസ് പ്രസിഡന്റ് സിന്ധു K, ജോയിന്റ് സെക്രട്ടറി ചിന്ന സുമ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ കമ്മിറ്റി സഭാപതി AK ബിന്ദു പ്രസിഡന്റായും IP ഗീത സെക്രട്ടറിയായും മേഖലാ കമ്മിറ്റി 17 അംഗങ്ങളാവുന്നത്. പ്രീത KK, പ്രസീത OK, ഷിന PV, സുമ, ഷൈനി ശ്രീരാജ്, രജിത, ജുലീഷ, പടവന്നൂർക്ക്, പ്രീത OM, പ്രിൻസി, പ്രീത രജിത. ഇവരാണ് മേഖലാ കമ്മിറ്റി സഭാക്കൾ. മേൽക്കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പ്രക്ഷോഭ പരിപാടികളെല്ലാം തന്നെ മേഖലയിൽ കൃത്യമായി നടത്താറുണ്ട്. 2023 വനിതാ ദിനത്തിൽ മേഖലയിൽ നിന്ന് 12 പേർ പങ്കെടുത്തു. മാർച്ച് 12 സ്ഥാപക ദിനത്തിൽ 8 യൂണിറ്റുകളിൽ പ്രതാപം ഉയർത്തി 18 പേർ പങ്കാളികളായി. ഇന്ധന വില വർധനയ്ക്കെതിരെ മേഖലയിൽ നിന്ന് 10 പേർ പ്രതിഷേധ പ്രകടനം നടത്തി. ഗോവിന്ദൻ മാഷ് നയിക്കുന്ന ജാഥാചരണത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് 30 പേർ പ്രകടനം നടത്തി. ഹോമിയോ ആശുപത്രി ശുചീകരണത്തിൽ മേഖലയിൽ നിന്ന് 2 സഭ പങ്കെടുത്തു. ഗംഗാജലം നീരാഞ്ജലം മേഖലയിൽ നിന്ന് 2 പേർ പങ്കെടുത്തു. സാമൂഹ്യ ശിശുദിനത്തിൽ 46 കുട്ടികൾക്ക് നോട്ടുബുക്ക് വാങ്ങുന്നത് മേഖലാ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. മണിപ്പൂർ സ്ത്രീ പീഡനത്തിനെതിരെ പ്രതിഷേധ പ്രകടനത്തിൽ 17 പേർ പങ്കെടുത്തു. വില്ലേജ് ജാഥയിൽ 25 പേരെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. പ്രവർത്തന ഫണ്ട് കൃത്യമായി കമ്മിറ്റിക്ക് നൽകാറുണ്ട്. ലഹരിക്കെതിരെ ഡിവൈഎഫ്ഐയുമായി യോജിച്ചുകൊണ്ട് മഹിളാ അസോസിയേഷൻ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു.